ഹായ് ഗായ്സ്, എല്ലാവർക്കും സുമാക്കി ഫാമിലിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ ചായ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് ചട്നി റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ കുറേ നാൾ മുന്നേ നമ്മുടെ വീഡിയോയിലുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ റെഡ് ചട്നിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. റെഡ് ചട്നി നമ്മൾ സാധാരണ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ എങ്ങാനും വൈറ്റ് ചട്നി ഓൾറെഡി ഇട്ടുണ്ട്. അപ്പോൾ പിന്നെ നീ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുമ്പോൾ റെഡ് ചട്നി നോക്കുമ്പോൾ അതില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ അത് ഇടാമെന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും നമ്മളെന്തെങ്കിലും ഷെയർ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സവോളയാണ് അരിഞ്ഞിട്ടത്. സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർക്കാണ്. ഓക്കെ, അപ്പോൾ സവോള, ഇഞ്ചി ആൻഡ് നാളികേരം ചിരകിയത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി ചേർക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കതൊന്ന് ചൂടാക്കിയിട്ട് പാനിലൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അരയ്ക്കുന്ന കൂട്ടത്തിലേക്ക് ചേർക്കാം. അതല്ല, ഞാനിവിടെ ചൂടാക്കാതെയാണ് കേട്ടോ ചേർക്കുന്നത്. മുളക് പൊടിയൊന്നും ചൂടാക്കുന്നില്ല. അപ്പോൾ നമ്മളിതിൽ രണ്ട് പൊടി, അതായത് ഒന്ന് മുളക് പൊടിയും ഒന്ന് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് പാനിൽ ചൂടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് കുറച്ച് ഉപ്പാണ്. ഇനി ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നമ്മൾ ഇത് നന്നായിട്ട് അരച്ച് എടുക്കും. ഓക്കെ, അപ്പോൾ അരയ്ക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെളുത്തുള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളിക്ക് അങ്ങനെയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. ഓക്കെ, ഇനി നമുക്കിത് താളിക്കണം. നമ്മൾ അരച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് താളിക്കാനായിട്ടൊരു കടായി എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് കടുക് താളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക്. അപ്പോൾ നാളികേരത്തിൻ്റെ ഒക്കെ അളവുകൾ ഞാനിതിൽ അളവുകൾ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് മുളകൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് കൂടുതൽ എരിവ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് കുറവ് എരിവായിരിക്കും ഇഷ്ടം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. പിന്നെ നാളികേരത്തിൻ്റെ ക്വാണ്ടിറ്റി അത് നമ്മുടെ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ചുള്ള ഇതിലെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മുറി നാളികേരമാണ്, അതായത് ഒരു നാളികേരത്തിൻ്റെ ഒരു മുറിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടുക് താളിച്ചു. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടു. പിന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് താളിച്ചു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ റെഡ് ചട്നീൻ്റെ റെസിപ്പിയാണ്. ഓൾറെഡി വൈറ്റ് ചട്നി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കാണാം. ഓക്കെ, അപ്പോൾ താളിച്ച കൂട്ടത്തിലേക്ക് നമ്മൾ നാളികേരം അരച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാൻ. ഓക്കെ, നാളികേരം അതായത് നാളികേരത്തിൻ്റെ മിക്സ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ തിക്നെസ്സൊക്കെ നോക്കി വെള്ളം ചേർക്കണമെങ്കിൽ ചേർത്തൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓഫ് ചെയ്ത് ഇടാം. അത്രയേ ഉള്ളൂ നമ്മുടെ റെഡ് ചട്നിയുടെ റെസിപ്പി. സോ ഇത് രാവിലെ ദോശയായിരുന്നു, അപ്പോൾ അതിന് തയ്യാറാക്കിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ വീട്ടിൽ സാധാരണ എല്ലാ വീടുകളിലും തയ്യാറാക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ വെള്ള ചട്നി അല്ലെങ്കിൽ ചുവപ്പ് ചട്നി അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ദോശയും ചട്നിയായിരുന്നു. ദോശയാണ് ഇവിടെ കൂടുതലും ഇഷ്ടം എല്ലാവർക്കും. അതായത് എനിക്ക് ഇഡ്ഡലി ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ഇഡ്ഡലി അധികം ആർക്കും താല്പര്യമില്ല. ഇപ്പോൾ അർജുന് താല്പര്യമില്ല, വിക്രമിനും താല്പര്യമില്ല, നല്ല കഴിക്കും, പക്ഷെ അത് അത്ര അങ്ങോട്ട് താല്പര്യമില്ല. പിന്നെ വിക്രമിനും അതെ ദോശയാണ് താല്പര്യം. അവർക്ക് രണ്ടുപേർക്കും ദോശയോടാണ് കൂടുതൽ ഇഷ്ടം. അർണവ് പിന്നെ ഇഡ്ഡലിയും ദോശയും കഴിച്ചോളും, കുഴപ്പമില്ല. എന്നാലും കുറച്ച് ഇത്തിരി മുന്നിൽ നിൽക്കുന്നത് ദോശയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവനങ്ങനെ കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെയും. എന്ത് കൊടുത്താലും കഴിച്ചോളും. എനിക്ക് ഇഡ്ഡലിയും ഇഷ്ടമാണ്, ദോശയും ഇഷ്ടമാണ്. ഇത് രണ്ടും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അപ്പം ഉള്ളത് കൊണ്ട് ഞാനപ്പോൾ ദോശയാക്കി. അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്.
ദോശ മാവിൻ്റെ റെസിപ്പിയും ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ പറയുന്നില്ല, ഞാനത് കാണിക്കുന്നൊന്നുമില്ല. നമ്മൾ ഓൾറെഡി അതിൻ്റെ മുന്നേ തന്നെ ഇട്ടിട്ടുള്ള റെസിപ്പീസാണ് ഇതൊക്കെ. ആദ്യത്തിലുള്ള ഒരുപാട് റെസിപ്പീസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ വീഡിയോസുകളിൽ പ്ലേലിസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളതിൽ ഒരുപാട് എന്താ പറയുക റെസിപ്പീസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, പറ്റുമെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ എന്താണ് വേറെ വിശേഷം? പിന്നെ അങ്ങനെ നമ്മുടെ റെഡ് ചട്നി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.